പെരുന്നാളായിട്ട് എന്ത് വിശേഷം? രാവിലെ ടയറിൽ തന്നെ അതെന്റെ വിശേഷം. പണിയോട് പണി, പണി തന്നെ പണി. പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കോപ്പറേറ്റിനോട് ക്ഷാമില്ല. അതെ, ചിക്കൻ വൃത്തിയാക്കുന്ന ഇപ്പുറത്തെ Not you again. വൈകാരിക നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചോറൊക്കെ തട്ടിക്കളയാ. ആഫ്രിക്കയിലെ പിള്ളേരാന്നറിയാ പട്ടിണി കിടക്കണേ. എന്തെങ്കിലും അറിയേ? സോമാലിയുടെ മുട്ട നമ്മുടെ സെറ്റപ്പാണ്. അതെ, ഇത് പറയൂ. ചോറ് തട്ടിക്കളതിനെ പറ്റി എന്താണ് പറയാൻ? വളരെ മോശമായ ഒരു കാര്യമാണ് ജിഗേഷ്. ഇത് ഭയങ്കര ഇതാണ്. എന്തുകൊണ്ട് എത്ര പിള്ളേര്, എത്ര പേരൻസും ആണ് ഫുഡ് കിട്ടാണ്ട് കിടന്ന് ഇന്ത്യയിൽ തന്നെ കിടന്ന് ഇതാവുന്നത്. കളയോ? എന്ത് ലജ്ജാവകമായ കാര്യമാണിത്. പട്ടിയുടെ ടീഷർട്ട് ഇട്ട് വന്നേക്കുക. മോശമായി പോയിട്ടാ സത്യം. ഞാൻ ഇവിടെ പട്ടി കൊടുത്തോ? സോ ഗൈസ്, റിപ്പോർട്ടർ ലാലേട്ടൻ പറയട്ടെ. പണിയെടുക്കാൻ പഠിച്ചതാ, ഇരട്ടിപ്പണിയൊക്കെ തന്നു. ആ എന്താ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കൂ. വളരെ മോശം. അതിന്റെ ഇടയിൽ ഞങ്ങക്ക് പറഞ്ഞുതരാൻ വേണ്ടി വേറൊരു തോന്നുന്നു. ഓ ശരി അണ്ണാ. ഗൈസ്, ഞാൻ പറയാൻ വരുന്നത് ഇത് വളരെ മോശം. ഇവരിവിടെ ചെയ്തിരിക്കുന്നത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര കുട്ടികളാണ് സൊമാലിയിൽ ഫുഡ് പോലും കിട്ടാതെ ഇരിക്കുന്നത്. അവർക്ക് ബിഗ് സെയിൽ അല്ല, സെയിലൂടല്ല, എന്താണ് മറ്റേ സാധനം പറയില്ലേ, എന്താ പറയാ, പട്ടിണി കിടക്കുന്ന പാവം പിഞ്ചു മക്കൾ അവരെന്റെ മനസ്സിലാണ്. ഒന്ന് ചിരിക്കാതിരിക്കണോ? ഒരു മരി കുട്ടിക്കൊരൊക്കെ ശേഷം പിന്നെയും വന്നു. അടുത്ത ചോറുകളെ അടുത്തതിന് ഊരില്ലേ കമത്താൻ പോണേന്ന്. അടുത്ത വീടുകളെ പറയൂ. രാവിലെ ഇന്നലെ മുതൽ കഷ്ടപ്പാടെന്നൊന്നും പറയാനില്ല. എൻജോയ് ചെയ്ത് ചെയ്യുന്നു. എത്ര ഗസ്റ്റ് ഉണ്ടെന്നുള്ളത് വരുമ്പോഴേ അറിയുള്ളൂ. പക്ഷെ 10 വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു ആഘോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒത്തുകൂടാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എല്ലാവരുടെയും അവിടെ ഒരുമിച്ചിട്ടാണ് പെരുന്നാൾ വരിക. അപ്പം നമുക്ക് ഇപ്രാവശ്യം 10 കൊല്ലത്തിന് ശേഷം എല്ലാവരും കൂടി ഗ്യാദർ ചെയ്യാൻ പറ്റുന്നൊരു മൊമെന്റ് വന്നു. സോ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. സ്പെഷ്യൽസ് ഉണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച മീൻ കറി. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ അല്ലേ? തൃശ്ശൂർ സ്പെഷ്യൽ. അടുത്തത് ബീഫ് കറി. ചോറ് ഇവിടെ വാർത്തുകൊണ്ടിരിക്കുന്നു. ചിക്കൻ വെക്കാനുള്ള കഴുകിക്കൊണ്ടിരിക്കുന്നു. എന്താ പറയണ്ട, പെരുന്നാളാണ്. ഞമ്മുണ്ടാക്കണു. കുറച്ച് കഴിഞ്ഞ് ഗസ്റ്റ് വന്നില്ലെങ്കിൽ നമ്മളൊക്കെ തിന്നണു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണ്ടേ? ഇതൊക്കെ കണ്ടന്റാണ്. നമുക്ക് നമ്മൾ വേസ്റ്റ് കളയുമ്പോൾ ഒന്നൊക്കെ കണ്ടന്റാണ്.
വരൂ. സാരല്ല, ചെരുപ്പൊന്നും വേണ്ട. നേരത്തെ ചോറ് ഞാൻ ഇവിടെ കളഞ്ഞു, അപ്പൊ ഇത് അപ്പുറത്ത് കളയാം. ഓ ഓഹോ ഓഹോ ഓഹോ. എന്ത് വടക്ക സ്മെല്ലടാ. വരൂ, നമുക്ക് ഞാൻ പാത്രം കഴുകാം. ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ വ്ളോഗ് എടുക്കുന്നത്? ആയിരിക്കണം. ഹനാൻഷൊക്കെ ഇങ്ങനെ. അപ്പോൾ നമ്മളിങ്ങനെ ഹായ് ഷിറ്റൂസ്. മനു കടി വാങ്ങും. എടാ കടി വാങ്ങണ്ട, വാ. ഹായ്. ഇതെന്താ സിനിമാസ്റ്റിക്കാ? അടുത്ത ഷൂട്ടൂസ് കാണിച്ചു കൊടുക്കും. നമ്മൾ ഷൂട്ടൂസ് എന്താ പരിപാടി? ഇന്ന് നമ്മുടെ പരിപാടി ചിക്കൻ ക്ലീനിങ്. നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കേണ്ടതാണ്. അടുത്തതായി എന്താ എനിക്കറിയില്ല. അടുത്ത പണി പാത്രം കഴുകാൻ. ഓ, നല്ലൊരു തീരുമാനമാണത്. ചിക്കൻ, മീൻ, ബീഫ്, പോർക്ക്. പോർക്കണോ അറിയില്ല കേട്ടോ. ചിക്കനിൽ എന്താ ഉണ്ടാക്കാൻ? കറിയോ അല്ലെങ്കിൽ ഫ്രൈയോ? ഫ്രൈ ആയിരിക്കും. എന്ത് നിനക്കുന്നുണ്ട്? ഫ്രൈ. ഫ്രൈ. അപ്പോൾ കറി ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് ഫ്രൈ ഉണ്ടാക്കാം. കമ. ആരും വന്നിട്ടില്ല. കാറ്റത്തറിഞ്ഞ ജസ്റ്റ് പറയൂ. കഴിഞ്ഞില്ല ചിക്കൻ നന്നാക്കി? ചിക്കൻ കഴുകൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഇനി കറികളും ചിക്കൻ കൂടി കറി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ അജണ്ട പൂർണ്ണമാകുമെന്ന് അനുമാനിക്കുന്നു. അത് നിന്നെ നീയുടെ അപമാനാണ് ഞങ്ങക്ക്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? തന്ന കുറച്ച് വിളിക്കും, അന്നേരം ചോദിച്ചോക്കാം. തത്സമയ ദൃശ്യങ്ങളിലേക്ക് അതെ അതെ. ഉള്ളി അറിയുന്നു. എടാ ഇത് ആക്ച്വലി ഷോ. ഇനി കലൊന്ന് കഴുകാണ്ട്, അതുകൊണ്ട് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത പരിപാടി. എന്താണ് വേപ്പില? കടയിലൊന്ന് പോയി ചോദിക്കുന്ന. അപ്പൊ വിളിച്ചു പറയാറുന്നില്ല, ഞാൻ വരുമ്പോ കൊണ്ടുവരില്ലായിരുന്നു. സച്ചു സൈക്കിളും കൊണ്ട് പോയിട്ട് വാ. എന്താ നിനക്കെന്താ ജാടയാണല്ലോ കുറച്ചായിട്ട്? ഈ കട വരെ പോയപ്പോരെ? എടാ പോയിട്ടോടാ, ജസ്റ്റ് കട വരെ പോയിട്ടോ. കമോൺ, പാത്രം കഴുകണം. അപ്പുറത്തെ വീട്ടില് വേപ്പില പറിക്കാൻ പോയി. ചേച്ചി ഇവിടെ ആകെ ചെറിയ തയ്യുള്ളൂ. അപ്പുറത്ത് പോലീസ് സ്റ്റേഷനാണ്. എപ്പോ വേണമെങ്കിൽ നമുക്ക് കേസ് വരും. കുത്തിക്കഴപ്പ്. വേണ്ട വരും. ഒറിജിനലി ബിയനിൽ പുറത്തേക്ക് വരുന്നു. അതിലൂടെ പ്രശസ്തിയില്ല. അത് കട്ട് ചെയ്യണം. അതിലൂടെ പ്രശസ്തിയില്ല. മൈക്കെന്റെ ഭാഗ്യം. ഞാൻ സൗണ്ട് ഉണ്ട്. എല്ലാം പറഞ്ഞുതരും. അങ്ങനെ കല ഉറച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കുന്നംകുളം വരെ പോകണം. പ്രത്യേക സാധനങ്ങൾ. അല്ലെങ്കിൽ രാവിലെ തൊട്ട് ചേച്ചി കലിപ്പില. അത് കട്ട് ചെയ്യൂലോ. ഇത് എടാ ഇങ്ങനെ എടുത്താൽ മതി. ഇതൊന്നും എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് എടുക്കാം. ദാറ്റ്സ് ബെറ്റർ. ഞാൻ നോക്കിയിട്ട്
അതാണ് നല്ലത്. പെരുന്നാൾ സ്പെഷ്യൽ പാനീയങ്ങളാണ് നമുക്ക് ഇനി വാങ്ങാനുള്ളത്. അത് രാവിലെ പോയപ്പോൾ കിട്ടിയില്ല. നമുക്ക് കുന്നംകുളം വരെ പോകേണ്ട ആവശ്യമുണ്ട്. നമുക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കാം. ഇതൊക്കെ ഒരു ഫ്രണ്ടല്ലേ? ഗൈസ് നിങ്ങൾ കാണുന്നത് രഹസ്യ ദൃശ്യങ്ങളാണ് ഗൈസ്. നിങ്ങളത് കണ്ടോ ഗൈസ്? നിങ്ങളത് കാണേണ്ടതാണ്. ഓ മൈ ഗോഡ്, വലിയ വലിയ ശബ്ദങ്ങൾ വരുന്നു ഗൈസ്. ഇപ്പൊ എല്ലാം കൊണ്ട് പുഷ്പക്ക് ഇപ്പൊ ചിലതില്ല. മീനല്ലേ? എന്നിട്ട് ചെമ്മീനോ? അല്ല, എന്താ ചേട്ടാ? നല്ലത് അത് ചേച്ചി മറ്റേ സംഭവം കാണിക്കൂ. ആ അത് തന്നെ, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കണം പരിപാടി. നിങ്ങളുടെ പിന്നണിയും കൂടി കാണിക്കട്ടെ. അപ്പൊ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് പെരുന്നാളാണ് ഇവിടെ. അപ്പൊ നമ്മളിങ്ങനെ നടക്കാണ്. I'm just an introvert guys. So ഇൻട്രോവേർട്ട് ഉണർന്നതാ. ഇൻട്രോവേർട്ട് ഉണർന്ന ശരിക്കും ഇൻട്രോവേർട്ട് അല്ലേ നീ? ഒരു കഴപ്പം ഫ്ലെയിം പരത്തുന്നൊക്കെ. ഇതിപ്പോ എന്താ ചെയ്യണമെന്ന് അറിയാം. ഇങ്ങനെ ഒറ്റ അടിക്കും. ആക്ച്വലി ഇവിടെ കുറെ ആൾക്കാർ വന്ന് എല്ലാരും ഇൻട്രോവേർട്ട് ഇരിക്കുക. ഇപ്പൊ കാണുന്നവരൊക്കെ ഇൻട്രോവേർട്ട്. ഞങ്ങളാണ് ഇവിടെ മാറിയേക്കും. എന്തൊക്കെയോ നടക്കുന്നു, എന്തൊക്കെയോ ഇൻട്രോവേർട്ട്നെസ് നടക്കുന്നു. നിങ്ങളിവിടെ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ട്. അപ്പോൾ ഗസ്റ്റുകളൊക്കെ വന്നു. അവരിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒരു ഓക്വേർഡ് മൊമെന്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെയർ കേസിനെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതെ, ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ? കലാപരിപാടികൾ ആരംഭിക്കണം. ഇപ്പോൾ അതെ, പള്ളിയിൽ നേർച്ച, വിശുദ്ധ അതറിയില്ല, ബാക്കി എന്തായാലും മൈക്കൊന്ന് അത് കമ്പനി നഷ്ടത്തിലെഴുതുക. സൗണ്ട് വരണം, സൗണ്ട് തന്നെ. വെള്ളം കുടിച്ചിട്ട് ഇത് ഇന്നലെ രാത്രി വേറെന്തോ കണ്ടേ ആഫ്റ്റർ എഫക്റ്റാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുറച്ച് കഴിയുമ്പോൾ പ്രധാന പരിപാടിയിലേക്ക് കിടക്കണം. അതിന് സമയമായിട്ടില്ല. സ്റ്റേ ട്യൂൺഡ്. ഇനി നമുക്ക് ഇന്ന് ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം സാധിക്കുന്നത് നല്ല മീൻകറി ഉണ്ട്. ഇത് സർലാസ് അഥവാ കച്ചമ്പർ സാലഡ് എന്നും പറയാം. പിന്നെ നമുക്ക് അടുക്കളയിലേക്ക് പോവുകയാണെങ്കിൽ കമ്മാണി പരിപാടി. അടുക്കളയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇത് നഗറ്റ്സ് ഉണ്ടാക്കിയ പാത്രമാണ്. പാത്രം കാലി ഹോഗയ സബ് കുച്ച് ഖത്തം. നമുക്ക് നമ്മുടെ അതിമനോഹരമായ ബീഫ് കറി ഉണ്ട്. പിന്നെ ഇതിൻ്റെ എന്താ, ഇതിലിതാ വീണ്ടും മീൻകറി, അനന്തര മീൻകറി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഇട്ടേക്കാണ്. ഇത് തുറക്കാൻ പറ്റൂല. അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് തെറി പറയുന്നതാണ്. അപ്പോൾ തുറക്കാൻ പറ്റുമോ? അതെ, ചിക്കൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുക്കിംഗ് സ്റ്റേജിലുള്ള ചിക്കനാണ്. അത് കയ്യാത്തൊട്ടിയാ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ അടുക്കളത്തെ കാര്യങ്ങൾ. ഇനി മെയിൻ സാധനം മാമു. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനുള്ള മാമു. പിന്നെ വേറൊരു മെയിൻ സാധനം ഉണ്ട്, പക്ഷെ അത് ക്യാമറ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് ടച്ചിങ് സൈഡ് മുന്തിരി ഉണ്ട്. ഡെസേർട്ടായിട്ട് മുന്തിരി ഉണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ വീണ്ടും മീൻകറി ഉണ്ട്. കാണിച്ച മീൻകറി ഒന്നും കൂടി കാണിക്കുകയാണ്. വേറൊന്നും കാണിക്കാനില്ല. നല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. നല്ല എക്സ്പീരിയൻസ്, നല്ല പരിപാടികൾ, നല്ല നല്ല പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിനി കുറച്ചുകൂടി പരിപാടികൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്?
കുറച്ചുകൂടി പരിപാടിക്ക് ഉഷാറാക്കണം നമ്മള്. എനർജി കുറവാണ് നമുക്ക്. എനർജി നമുക്ക് വരുത്താനുള്ള സമയം ആവുന്നേ ഉള്ളൂ. അതെ ഐ ഷോപ്പിംഗ്. വേറെ സംഭവം ഇപ്പൊ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോ കുറച്ചും കൂടി ഓക്കർനെസ് ചെയ്യണം എല്ലാരും. കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കും. എല്ലാരും ഭയങ്കരമായിട്ടിരിക്കുന്നു, കണ്ടില്ലേ? കുറച്ചും കൂടി നല്ല രീതിക്ക് നോക്കൂടെ. അതുകൊണ്ട് ഞങ്ങളിത് തുടർന്നുകൊണ്ടിരിക്കും. നാണം മാനം തൊലിക്കെട്ടി ഇതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര കൂടുതലാ. അടുത്തായിട്ട് സംസാരം അങ്ങനെ വരണം. സംസാരം എന്താ പറയാ, സംസാരമൊക്കെ വരും. ഒരു 5 മിനിറ്റ് കഴിയട്ടെ, ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അവരുടെ മനസ്സിലെന്താ ഓർമ്മയുണ്ടോ? നമുക്ക് പ്രാന്തല്ലേ? അതൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് പ്രാന്തം ബുദ്ധിയില്ലാത്ത പിള്ളേരെ എന്തൊട്ടി മൊബൈലും കയ്യിലൊരു സുണ്ടാമ്പിയും പിടിച്ച് നടക്കണേന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഞങ്ങൾ വെറുതെ നടക്കുന്നില്ല. വി ആർ ക്രിയേറ്റിംഗ് കോണ്ടന്റ്. കണ്ടന്റ് അല്ല കോണ്ടന്റ്. വി ആർ ക്രിയേറ്റിംഗ് കോണ്ടന്റ്. അതെ. വയ്യാത്ത പിള്ളേര് വീണ്ടും എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ആ കൊച്ചവിടെ ഇരുന്നോട്ര, വെറുതെ കല്ല് ബൈക്കിന്റെ തന്നിട്ട് നാറിപ്പോയി. നമ്മൾ ആക്ച്വലി കലാപരിപാടികൾ അവസാനം തുടങ്ങാൻ പോകണം. ഒരു ഗ്ലാസ് കൊണ്ട് എടുത്തു. ഇപ്പൊ പോയിന് 2,20,000 രക്ഷിച്ചു. അല്ലല്ല 2 എയർപോർട്ട് 2 പ്രോ ഒരേ മോഡലാ. 2 പോയനെ, ഒന്ന് മമ്മിയുടെ ഒന്ന് ഇടുവിന്റെ, 2 പോയനെ പോ. അതിന്റെ കൺട്രോളർ 5,000. പെട്ടഞ്ഞാനപ്പോ കൺട്രോളർ. ഫോൺ 15,000. ഫോണ് പോയനെ, അതിന്റെ 15,000. വേറെ ഫോൺ ഞാൻ മാറ്റി വെച്ചു, അതുകൊണ്ട് 20,000 ലാഭം. മാമ മാമനോട് മാമൻസ് ബോൾ ഈസ് ഗോൺ. മാമനത് That's Maman. Yeah, that's Maman's pillar. Yeah, it's kids. That's kids' Maman's pillar. This is Saturn, not Maman. That's Maman, not Saturn. Michael. You are a big uncle. I'm a big uncle. Oh yes. Yes. You are. Do you have children? No, I don't have a children because Why? I'm not a married guy. Oh. You are an uncle. You're an aged uncle. You're an aged uncle. Aged uncle, only 12 years old. You are 24 years. You are My 12. puberty. You are 12 years old, but your age and your mentality is 86 years old. Oh, thanks. He's a Tanda vibe. He's a Tanda vibe guy. Hey, Brian. Call tell me his Tanda vibe. mama, tell he. No. Tanda vibe. He's a Tanda vibe. And he's a old guy. He's a age and his mentality is a old guy. Yeah, he's a Google Gaga. Yeah, you are a rubber city only. He's a Google Gaga. Google Gaga. Daddy, Gaga. പറയൂ എഡ്വിൻ ചേട്ടൻ ആരാണ്? പിന്നെ പറയൂ എഡ്വിൻ ചേട്ടൻ ഭയങ്കര മോശമായി. ആക്ച്വലി നമ്മളിപ്പോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വിടാതിരിക്കും. ഇപ്പൊ പിള്ളേരുടെ സൗണ്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ മൈൻഡ് ചെയ്തത്. നമ്മൾ ആക്ച്വലി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾക്ക് കിടക്കുന്നു. കലാപരിപാടിയൊക്കെ കഴിഞ്ഞു, എന്നാലും രണ്ടാമത്തെ കലാപരിപാടികൾക്ക് കിടക്കുകയാണ്. കുറച്ചും കൂടി വൈകിടാക്കും. ഇപ്പൊ എന്റെ മൂക്ക കിട്ടുന്നത് എനിക്ക് തോന്നുന്നു അല്ലല്ലോ. ഇപ്പൊ ഇവിടെ എഡ്വിൻ ഉണ്ട്, പിന്നെ പിള്ളേരുണ്ട്, പിന്നെ സച്ചപ്പനുണ്ട്. സച്ചപ്പൻ വെറും പ്രാന്തൻ, വെറും പ്രാന്തൻ. പിന്നെ ചേച്ചിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അകത്തെ അങ്കിൾമാരുണ്ട്, പിന്നെ അവരുടെ വൈഫുണ്ട്. അവരൊക്കെ എൻജോയ് ചെയ്തിരിക്കുന്നു. നമ്മൾ അടുത്ത കലാപരിപാടിയിൽ കണക്കാണ്. കാമോൺ, നീ ആരാ? നീ പോടുന്നു. എന്താണ് പറയാനുള്ളത്? അതിമനോഹരമായ കളിച്ചോ? ഓക്കെ ആയോ? ഇനി എന്തൊക്കെ വേണം?
പടക്കം പൊട്ടിക്കാം. പടക്കം പൊട്ടിക്കാനുണ്ടോ? വാവ്. അത് അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു. വൈകുന്നേരം രാത്രി ഓക്കെ. ഇപ്പൊ ഗൈസ് നമ്മളിങ്ങനെ മാലപ്പടക്കം പൊട്ടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വരികയാണ്. പ്രദർശനം പോകുന്നുണ്ട്. ഇപ്പൊ ജയ് ജവാൻ ജയ് കിസാൻ, അതാണ് നമ്മുടെ ഇന്നത്തെ മോട്ടീവ്. എങ്ങനെയുണ്ട്? മനോഹരം. ഇങ്ങടാ ടാടാ സ്നിക്കേഴ്സ് ആടാ, സ്നിക്കേഴ്സ് ആടാ, ഗീവ് മീ ദ സ്നിക്കേഴ്സ്. മോനെ കുറച്ച് അറ്റത്തേക്ക് എറിയായിരുന്നു, നാറി. ഇതൊരു മുൻകറ. ഇന്നലെ ഞാൻ നിർത്തിട്ട് ഇങ്ങോട്ടെ. ഓക്കെ പറയ് സ്പീച്ച് പറയ്. Of UKGB, I would like to spread the word rainbow. Rainbow is a beautiful arc of colors. Rainbow is a beautiful. എന്താണ് പറയാനുള്ളത്? ഐസ്ക്രീം ഐസ്ക്രീം മേടിച്ചു കൊടുക്കണമാണ് കുട്ടികളെ. കുട്ടിക്ക് നമ്മൾ ഐസ്ക്രീം മേടിച്ചു കൊടുക്കും. തന്ത ഈ ബിയടുത്ത് നമുക്ക് എന്താ പറയാ ചോദിക്കാം. ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. അങ്ങോട്ട് നോക്കൂ. ഹായ് ഗൈസ്. നോയ പപ്പ പറഞ്ഞ കേൾക്കണ ഒരു പുത്രൻ. മമ്മി പറഞ്ഞാലും കേക്കില്ല. ഈ തല്ല് നമ്മള് തല്ല് കിട്ടണ ഒരു കാര്യം ചെയ്യും. മാറിക്കോ ഒരു പടക്കം. എല്ലാരും പടക്കം പൊട്ടിക്കണ്ടല്ലോ. അപ്പൊ നമ്മൾ പടക്കം പൊട്ടിച്ചാൽ കുഴപ്പം. ഞാൻ സച്ചിനെ മൈക്ക് തട്ടിപ്പറിച്ചു. ഇവൻ പടക്കം പൊട്ടിക്കാൻ പോവാണ്. സോ പടക്കം പൊട്ടിച്ചിട്ട് എന്ത് പറ്റും എന്ന് ജീവന് കൊതിയുള്ളവരൊക്കെ മാറിയിരിക്കുക. കവട്ട എഡ്വിൻ പടക്കം പൊട്ടിച്ചിരിക്കുകയാണ്. ഫിസിക്സ് പടക്കം പൊട്ടുന്നത് എങ്ങനെയാണ്? ചേട്ടൻ പടക്കം എങ്ങനെയാണ് നോക്കിയതാ? ലൈറ്റൊക്കെ വിളിപ്പിച്ചിട്ട് എങ്ങനെയാണെന്ന് അറിയണല്ലോ. ഇവിടെ പെരുന്നാൾ നടക്കുന്ന കാരണം ഒന്നും കേൾക്കാനല്ല, ഭയങ്കര സൗണ്ട്. ആ നായി നെഞ്ചത്ത് പറക്കറിയപ്പോ എറിഞ്ഞ് ഇവിടെ ഇപ്പൊ നടക്കുന്നത് പെരുന്നാളാണ്. അപ്പൊ നമ്മുടെ രണ്ടൊന്ന് പടക്കൊക്കെ പൊട്ടിച്ചു. നല്ല കുറച്ച് പടക്കം പൊട്ടിച്ചു. അവിടെ കാണുന്നത് സച്ചുവിനെയാണ്, പെരുന്നാള് കൊള്ളാം. പക്ഷെ അടുത്ത കൊല്ലത്തെ പെരുന്നാളിന് എല്ലാരും വരിക. കാരണം 2027 നമ്മുടെ പള്ളിപ്പണി തീരുന്നു. നമ്മുടെ ഈ പള്ളി കത്തു നിന്നു. പിള്ളേരെല്ലാവരും സീനാക്കും. അത്രേ ഉള്ളൂ. നീലക്കുയിൽ